ചിനു, നീ എന്തൊക്കെ ഭ്രാന്തായി കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് കൊട്ടാരത്തിലെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ചടങ്ങുകൾ ഇവിടെ തന്നെ വെച്ച് നടത്തണമായിരുന്നോ? ഓഹോ, തമ്പുരാട്ടി ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നോ? നീ തമ്പുരാട്ടി എന്ന് എന്നെ കളിയാക്കി വിളിച്ചതാണെങ്കിലും ഒരർത്ഥത്തിൽ നിന്റെയൊക്കെ തമ്പുരാട്ടി തന്നെയാ ഈ ഐശ്വര്യലക്ഷ്മി. തമ്പുരാട്ടി കൊള്ളാം. എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, എന്താ അത്? ആ, കിട്ടി. അപ്പ കണ്ടവന് അപ്പാന്ന് വിളിക്ക. സ്വന്തം തന്തയും തള്ളിയും മാറ്റി പറയും തള്ളി പറയുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ചേരുന്ന പേരല്ല തമ്പുരാട്ടിന്ന്. എടി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഈ ഐശ്വര്യലക്ഷ്മി രമാനിലയത്തിലെ മരുമകളായിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം, അല്ലാതെ അടുക്കളക്കാരി സീതയുടെ മകളായതുകൊണ്ടോ എച്ചിൽ പാത്രം കഴുകുന്ന നിന്റെ ചേച്ചി ആയതുകൊണ്ടോ അല്ലെന്ന്. അതിനിടയില് എന്റെ ചേച്ചി ഒരു ബന്ധം പറയാൻ വിട്ടുപോയി. മറന്നതാണോ അതോ എഴുതി തള്ളിയതാണോ? ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു അച്ഛനുണ്ട് നമുക്ക് രണ്ടുപേർക്കും. മക്കൾക്ക് വേണ്ടി രാത്രിയും പകലും കൊട്ടാരത്തിലെ പാടത്തും പറമ്പത്തും കിടന്ന് ചോര നീരാക്കിയ ഒരു പാവ അച്ഛൻ. അല്ല, അച്ഛന്റെ പേര് ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? ഓർമ്മ കാണില്ല. റേഷൻ കാർഡിലും ആധാർ കാർഡിലും ഡ്രൈവിംഗ് ലൈസൻസിലും എന്തിന് പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റിൽ പോലും ആ പേരുണ്ട്, ശിവദാസൻ. പക്ഷേ ചേച്ചിയുടെ മനസ്സിലില്ല. കഷ്ടം. അച്ഛന്റെ കേസിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കുക മജിസ്ട്രേറ്റ് കോടതിയില്. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകും. അമ്മയെ അച്ഛൻ ജയിലിലാണെന്ന കാര്യം അറിയിച്ചിട്ട് പോലുമില്ല. പാവ അമ്മ. അച്ഛൻ എവിടെയോ മാറി നിൽക്കുവാണെന്ന് അമ്മ വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനല്ലാതെ ഈ കാര്യം ആരെങ്കിലും കൂടി അറിഞ്ഞിരിക്കണമെന്ന് തോന്നി. അതോ ഒന്ന് അറിയിച്ചത്. സഹായിക്കണമെന്ന് പറയുന്നില്ല, കാരണം ചേച്ചിയിൽ നിന്നത് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് നരകിക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കരുത്. അയ്യോ, എന്റെ ഈശ്വര, അമ്മ എല്ലാം കേട്ടു. അമ്മ നിക്ക്, അമ്മ.